നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന ഈ നക്ഷത്ര ജാതകർ ഏതൊക്കെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ കോടീശ്വര യോഗം വന്ന് കളിയാടുമെന്നാണ് പറയുക. ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാഗ്യാനുഭവങ്ങൾ പല വഴിയിലൂടെയായി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ചില നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഈ മാസം ലോട്ടറി ഭാഗ്യം മുതൽ ലോട്ടറി ഭാഗ്യം വരെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണുള്ളത്. കൂടാതെ ഇവരുടെ കടബാധ്യതകളെല്ലാം തീർക്കുവാനുള്ള വഴികൾ ഈ മാസം തെളിഞ്ഞു കാണുന്നുണ്ട്. പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വരുന്നതായ അവസ്ഥയുണ്ടാകുന്നതാണ്. ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് മുൻപേ പറഞ്ഞത്, ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും എന്നുള്ളത്. കുബേരതുല്യമായി ജീവിക്കുവാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഏതൊക്കെയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ ഓരോ നക്ഷത്ര ജാതകർക്കും ഭാഗ്യ നമ്പറുകളുണ്ട്. ആ നമ്പറുകൾ നോക്കി ലോട്ടറി എടുക്കുകയാണെങ്കിൽ ലോട്ടറി ഭാഗ്യം പോലും ഇവരെ തേടിയെത്തും എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറി ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതായ ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിച്ചു കാണുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ വളരെയധികം നേട്ടമുള്ള സമയം തന്നെയാകുന്നു. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും അനുഭവിക്കാനില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വദേശത്തുള്ളവരാണെങ്കിൽ പോലും വളരെയധികം അനുഭവിച്ചിട്ടുള്ളവരാണിവർ. വളരെയധികം പ്രശ്നങ്ങളായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടം നേടുവാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിച്ചതും മോഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാകുന്നു. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖദുരിതങ്ങളും മാറുകയാണ്. ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴം ജന്മരാശിയുടെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ആ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഭവനയോഗം നൽകുന്നതാണ്. അതായത് വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുവാനുള്ള യോഗം നൽകുന്നതാണ്. ധനലാഭം നൽകും. കൂടാതെ സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള യോഗം വന്നു ചേരും. കുട്ടികളൊന്നും ഇല്ലാത്ത ദമ്പതിമാരാണെങ്കിൽ അവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരുന്നതാണ്. അങ്ങനെ പല രീതിയിലാണ് ഈ നക്ഷത്ര ജാതകർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നത്. ജ്യോതിഷവശാൽ നോക്കുമ്പോൾ ഇവരുടെ കുടുംബം പോലും രക്ഷപ്പെടും എന്നാണ് കാണുന്നത്. ഈ നക്ഷത്ര ജാതകരുടെ ഈ കാലയളവിലെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 7 ആകുന്നു. ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുവാൻ അത് സഹായകരമാകുന്നതാണ്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖദുരിതങ്ങളും മാറി കഷ്ടപ്പാടുകളും ഒഴിഞ്ഞ് ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശുക്രൻ ജന്മരാശിയുടെ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ധനലാഭം, വസ്ത്രലാഭം, ശത്രുനാശം മുതലായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിലുണ്ട്. ഇങ്ങനെ പല രീതിയിലും ഈ നക്ഷത്ര ജാതകർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇതുവരെയുള്ള നാളുകൾ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിരിക്കുന്ന നാളുകൾ തന്നെയായിരുന്നു. ഞാനീ പറയുന്ന കാര്യം എത്രത്തോളം സത്യമുണ്ടെന്ന് ഓരോ അശ്വതി നക്ഷത്രക്കാരും തങ്ങളുടെ ജീവിതത്തിൽ പരിശോധിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളായിരുന്നു ഈ അശ്വതി നക്ഷത്ര ജാതകർക്ക്. എന്നാൽ ഇപ്പോൾ
വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് അശ്വതി നക്ഷത്രക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ വാക്കുകൾ പാലിക്കണം എന്നുള്ള കാര്യമാണ്. ലോട്ടറി ഭാഗ്യം പോലും ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഈ അശ്വതി എന്ന് പറയുന്നത്. വിദേശവാസത്തിനൊക്കെ യോഗമുള്ള നക്ഷത്രമാണ്. കൂടാതെ ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ഈ സമയം കാണുന്നുണ്ട്. കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധങ്ങളാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ മുൻകോപം കൂടുതലുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഒരു തീരുമാനമെടുക്കുമ്പോൾ എടുത്തുചാടി തീരുമാനിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. കൂടാതെ ധനവരവിൻ്റെ കാലം കൂടിയാണ്. ജീവിതത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളുമെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഉയർന്ന രാജപദവി, രാജയോഗ തുല്യമായ യോഗമാണ്, അല്ലെങ്കിൽ രാജയോഗ തുല്യമായ ജീവിതമാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാ രീതിയിലും ഉയർച്ചയും നേട്ടവും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർ ഒരുപാട് മനസ്സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളാണ്. കൂടാതെ ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഒരു നേരമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇവർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വരാൻ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗ്യ നമ്പറായി കാണുന്നത് 5 ആകുന്നു. അതിനാൽ ലോട്ടറിയൊക്കെ എടുക്കുമ്പോൾ 5-ന് പ്രാധാന്യം നൽകി എടുക്കുവാൻ ശ്രമിക്കുക. ലോട്ടറി ഭാഗ്യമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം പണം കൈകളിലേക്ക് വരുവാനും കൂടാതെ വസ്തുവകകൾ വാങ്ങുവാനുമുള്ള യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ്. മീനം രാശിയിൽ ഉൾപ്പെടുന്ന രേവതി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിരിക്കുന്ന നാളാണ് രേവതി എന്ന് പറയുന്നത്. അതിൽ ധനനഷ്ടം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ കണ്ടകശനിയുടെ നാളുകൾ കൂടിയായിരുന്നു. കണ്ടകശനിയുടെ കാലം ആയതുകൊണ്ട് തന്നെ വീട് വിട്ടുള്ള താമസം, കൂടാതെ പല ദേശാഗമനം, അങ്ങനെ പല കാര്യങ്ങളിലൂടെയും കടന്നുപോയ ഒരു നാളാണിത്. പെൺകുട്ടികളാണെങ്കിൽ വിവാഹങ്ങൾ മുടങ്ങിപ്പോവുക, കേസും മറ്റ് വഴക്കുകളും ഉണ്ടാവുക, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരുന്നു. കൂടാതെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുക, രോഗ ദുരിതങ്ങൾ ഉണ്ടാവുക, ധനനഷ്ടം സംഭവിക്കുക, മനക്ലേശം ഉണ്ടാവുക, സഞ്ചാര ദുരിതമുണ്ടാവുക, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇത്രയും നാൾ ഇവർ അനുഭവിച്ചിരുന്നത്. എന്നാൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന നാളുകൾ തന്നെയാണ്. കൂടാതെ ശത്രുനാശത്തിനുള്ള സാധ്യതയുമുണ്ട്. രേവതി നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ്. രേവതിക്കിത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങളും ഉയർച്ചയുമാണ് ഇവർ ജീവിതത്തിൽ വരാനിരിക്കുന്നത്. ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ഭാഗ്യം കൈവരും എന്നാണ് ആദ്യം തന്നെ പറയുവാനുള്ളത്. പ്രത്യേകിച്ചും ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവരുടെ ഭാഗ്യ നമ്പറായി പറയുന്നത് 7 ആണ്. ഇതിന് തൊട്ടു മുന്നേ പറഞ്ഞ രേവതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ 3 ആണ്. ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ്. എല്ലാം കൊണ്ടും ഇവരും രക്ഷപ്പെടും എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഉയർച്ചയാണ്, നേട്ടമാണ്, ധനഭാഗ്യം വന്നു ചേരുന്നതാണ്. അതീവ സമ്പൽ സമൃദ്ധിയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. ധാരാളം പണം ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. രാജാവിന് തുല്യമായി ജീവിക്കുവാൻ കഴിയുന്നതായ യോഗം വന്നു ചേരുന്നതാണ്. ഒന്നിൽ നിന്നും ലക്ഷങ്ങൾ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അതായത് ഒരു ലോട്ടറി ഭാഗ്യമാകാം. ഒരു ലോട്ടറി എടുക്കുന്നതിലൂടെ അത് അടിച്ച് ആ ലോട്ടറി അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ലോട്ടറിയുടെ ഭാഗ്യ സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് ലക്ഷപ്രഭുവാവാൻ അല്ലെങ്കിൽ കോടീശ്വരനാകാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം. വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ലോട്ടറി ഭാഗ്യം വരെ യോഗം കാണുന്നുണ്ട്. എന്തുതന്നെയായാലും
നല്ല സമയം തന്നെയാണ്. എന്തുകൊണ്ടും ജീവിതത്തിൽ വളരെ അനുകൂലമായ സമയമാണ്. നേട്ടങ്ങളും ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി ജീവിതം ആസ്വദിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 7 ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ കാലഘട്ടം തന്നെയാണ്. ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വളരെ അധികം തന്നെയാണ്. കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ചോതിയുടെ സമയം തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ശുഭകരമായിട്ടുള്ള ഫലം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇനി അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിനും ഇത് ഭാഗ്യസമ്പന്നതകളുടെ കാലം തന്നെയാണ്. എല്ലാം കൊണ്ടും ഇവരുടെ ജീവിതത്തിലും ഉയർച്ചകൾ നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് ആരെയും അറിഞ്ഞു സഹായിക്കുന്ന സ്വഭാവമാണ്. എന്നാൽ നിങ്ങൾ വായ്പയായി നൽകുന്ന പണമൊന്നും തിരിച്ചു ലഭിക്കില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ഭാഗ്യ നമ്പർ 7 ഗണപതിക്ക് തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. കൂടാതെ ഇവർക്ക് 21 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 21 ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ധനഭാഗ്യം കാണുന്നുണ്ട്. അതായത് ഇവർക്ക് ധനം അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലം. ഒരുപക്ഷെ അത് ചിട്ടിയാകാം, അല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ആവാനുള്ള സാധ്യതയാകാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ അനുകൂലമാകും എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകും. ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിത്യവും ഭസ്മം ധരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും കാണുന്നുണ്ട്. ഭാഗ്യ നമ്പർ 7 എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലും ഉയർച്ചയും നേട്ടങ്ങളും തന്നെയാണ്. ഇനി അടുത്തതായി പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളവും എല്ലാ രീതിയിലും ഇവർക്കും ജീവിതത്തിൽ ഉയർച്ചയാണ്. വളരെയധികം സൗഭാഗ്യ സമ്പന്നതയിലേക്ക് തിരുവാതിര നക്ഷത്ര ജാതകർ എത്തിച്ചേരും എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ തുണയായി എത്തുന്ന സമയം കൂടിയാണ്. ഇനി അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രത്തിനും എല്ലാം കൊണ്ടും ഇത് ഉയർച്ചയുടെ കാലം തന്നെയാണ്. ഇതിനു മുൻപ് പരാമർശിച്ച തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 1. തിരുവോണം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധനയോഗം ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. എല്ലാ രീതിയിലും ഉയർച്ച ലഭിക്കുവാനായി ശിവനാമം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്ന് പരാമർശിച്ച ഈ 11 നാളുകാരും ശിവമന്ത്രം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശിവനാമം അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ നിങ്ങൾ 3 ദിവസം 3 വസ്തുക്കൾ വാങ്ങി വരിക. വെള്ളിയാഴ്ച ദിവസം ചന്ദ്രൻ്റെ പ്രീതിക്കു വേണ്ടി അരി വാങ്ങി വരിക. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനു വേണ്ടി തുവരപ്പയർ വാങ്ങി വരിക. കൂടാതെ ബുധൻ്റെ അനുഗ്രഹത്തിനായി പച്ചപ്പയർ വാങ്ങുക. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകുവാനായി ഉപ്പ്. ഇപ്പറഞ്ഞ 4 വസ്തുക്കളിൽ ഏതെങ്കിലും 3 വസ്തുക്കളെങ്കിലും നിങ്ങൾ വാങ്ങി വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എല്ലാ ദിവസവും 108 തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളായ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ഭഗവാന്റെ ഐശ്വര്യം അല്ലെങ്കിൽ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ജീവിതം സമ്പൂർണ്ണമാകുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ രീതിയിലുള്ള ഉയർച്ച, വലിയ സാമ്പത്തിക നേട്ടങ്ങൾ, മറ്റ്
എല്ലാവിധ നേട്ടങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും വർദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.